ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ പാടശേഖരങ്ങൾ പടികടക്കുമ്പോഴും നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത ഒരു കുടിയേറ്റ കർഷകയുണ്ട് ഇടുക്കിയുടെ മലയോരത്ത്. കാർഷിക കുടിയേറ്റ ഗ്രാമമായ കൊന്നത്തടിയിലെ കൗസല്യ ചേച്ചി. കുടിയേറ്റ കാലം മുതൽ ഇന്നോളം നെൽകൃഷി മുടക്കിയിട്ടില്ല ഈ കർഷക. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാറില്ല. ജീവനും ജീവിതവുമാണ് കൗസല്യ ചേച്ചിക്ക് നെൽകൃഷി. അരി വളരുന്നത് ഏത് മരത്തിലാണെന്ന് ചോദിക്കുന്ന പുതിയ തലമുറയ്ക്ക് കൃഷി അറിവിന്റെ അനുഭവപാഠം കൂടിയാണ് ഈ കർഷക. കൊന്നത്തടി പഞ്ചായത്തിലെ കൊന്നത്തടി ഉറുമ്പിക്കൽ കൗസല്യയോട് നെൽകൃഷിയെക്കുറിച്ച് ചോദിച്ചാൽ 100 നാവാണ്. കാരണം കൃഷിയെ അത്രത്തോളം ഇവർ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അമിതമായ ഉൽപാദന ചെലവും മറ്റു പലവിധ കാരണങ്ങളും കൊണ്ട് നെൽകൃഷി മലയോരത്തിന്റെ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോഴും കുടിയേറ്റ കാലം മുതൽ ഇന്നോളം കൗസല്യ ചേച്ചിയുടെ പാടശേഖരം തരിച്ചു കിടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും 1 കിലോ അരി പോലും കൗസല്യ ചേച്ചി പുറത്തുനിന്ന് വാങ്ങിയിട്ടുമില്ല. 65 സെന്റ് പാടശേഖരമാണ് ഇവർക്കുള്ളത്. വീട്ടാവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞാലും പുറത്തു കൊടുക്കാനും മിച്ചമുണ്ട്. ലാഭമുണ്ടോയെന്ന് നോക്കാറില്ല. പക്ഷേ കൃഷി ഇറക്കാതിരിക്കാൻ കഴിയില്ല. നെൽകൃഷി അന്യം നിന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കൗസല്യ ചേച്ചിയുടെ പാടം തേടി എത്തുന്നവരും നിരവധി. ഞാൻ വർഷങ്ങളായിട്ട് മുതൽ കൃഷി ചെയ്യുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നെൽകൃഷിക്കാരായിരുന്നു. ഇതിങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതിനോട് എനിക്ക് എല്ലാവരും കൃഷി ചെയ്തിട്ടിങ്ങനെ ചെയ്യാതിരുന്നുകൊണ്ട് എനിക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടെങ്കിലും ഞാനിത് ലാഭമൊന്നുമില്ല എങ്കിലും ചെയ്തു പോകുന്നു. മായം ചേർക്കാത്ത കഴിക്കാമല്ലോ നമുക്ക്. ട്രില്ലറിന്റെ സഹായത്തോടെ പാകപ്പെടുത്തിയെടുക്കുന്ന പാടത്ത് വിത്തിറക്കുന്നത് മുതൽ എല്ലാ പരിപാലനവും ഒറ്റയ്ക്ക്. നെൽകൃഷിക്ക് വെല്ലുവിളിയായി തൊഴിലാളി ക്ഷാമം നിലനിൽക്കുമ്പോൾ കൊയ്തെടുക്കാൻ കൗസല്യ ചേച്ചിക്ക് ആശ്രയം അതിഥി തൊഴിലാളികളാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കില്ല. തികച്ചും ജൈവമായ രീതിയിലാണ് കൗസല്യ ചേച്ചിയുടെ കൃഷി. ജൈവ കൃഷി രീതിയുടെ പ്രാധാന്യവും പാടശേഖരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയുമാണ് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കൗസല്യ ചേച്ചിയുടെ മുടക്കമില്ലാത്ത നെൽകൃഷിക്ക് പിന്നിൽ. സിറ്റി വിഷൻ, കൊന്നത്തടി.